ഇന്ന് വൈകുന്നേരത്തേക്ക് നമുക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ. കുറച്ച് ദോശമാവ് ബാക്കിയുണ്ടായിരുന്നു. ആ ദോശമാവിലേക്ക് കുറച്ച് ക്യാരറ്റ് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് സവാള, പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ചെറുതായി മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് കുറച്ച് ലൂസുള്ളത് കൊണ്ട് തന്നെ ഇതിലേക്ക് ഒരല്പം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നോക്കിയിട്ട് അധികം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് ബാറ്റർ കട്ടിയാകുന്നത് വരെ. ഇപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയുമാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ ദോശമാവിൽ ഉപ്പിട്ടതായിരുന്നു, നോക്കിയപ്പോൾ കുറച്ച് കുറഞ്ഞിട്ട് വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇന്ന് പെട്ടെന്ന് തന്നെ ചൂടായ എണ്ണയിലേക്ക് ഇതേപോലെ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം. ഇതിന് എന്ത് പറയുമെന്ന് പറയാൻ പറ്റില്ല, വട എന്ന് പറയാൻ പറ്റില്ല, അതുപോലെ ഒരു സ്നാക്സ്. നമുക്ക് ദോശമാവൊക്കെ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ ഒരു ഭാഗം നന്നായി മുരിഞ്ഞതിന് ശേഷം മറ്റേ ഭാഗം കൂടി തിരിച്ചിട്ടിട്ട് നമുക്ക് ഇത് റെഡിയാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. പിന്നെ നല്ല സോഫ്റ്റുമുണ്ട്. കാരണം ഇത് തലേദിവസം അരച്ച് വെച്ച് ഉഴുന്നൊക്കെ കൂട്ടി അരച്ച് വെച്ച ദോശയുടെ കൂട്ടാണ്. അപ്പോൾ ഞാനിതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയും കൂടി ഇതുപോലെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. താങ്ക് യു.